എല്ലാവർക്കും നമസ്കാരം. ശ്രുതീസ് ഫാഷനിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് റിങ്ങിനകത്ത് എങ്ങനെയാണ് തുണി ഇട്ടിട്ട് ടൈറ്റ് ചെയ്യുന്നത്, പിന്നെ ആ തുണിയിൽ എങ്ങനെയാണ് നമ്മൾ വർക്ക് ചെയ്ത് പഠിക്കുന്നത്. ആദ്യത്തെ ബേസിക് സ്റ്റിച്ചുകളാണ് ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത്. ആദ്യം തന്നെ റിങ്ങിനകത്ത് എങ്ങനെയാണ് തുണി ഫിറ്റ് ചെയ്യുന്നത് കാണിച്ചു തരാം. ഇവിടെ ഞാൻ റിങ്ങിൻ്റെ ചുറ്റും ഒരു ടേപ്പ് ചുറ്റിട്ടുണ്ട്. അത് നമ്മുടെ തുണി ഫിറ്റ് ചെയ്യുമ്പോൾ തുണി ഡാമേജ് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ചുറ്റും അങ്ങനെ ടേപ്പ് ചുറ്റുന്നത്. ടേപ്പ് ഇല്ലെങ്കിൽ കോട്ടൺ തുണി ചുറ്റിയാലും മതിയാവും. കോട്ടൺ തുണി ചുറ്റിയിട്ട് ഗം ഇട്ടിട്ട് ടൈറ്റ് ചെയ്താൽ മതി. നമ്മൾ ആദ്യം പഠിച്ച് തുടങ്ങുമ്പോൾ 12 നമ്പറിലുള്ള റിങ് യൂസ് ചെയ്താൽ മതി. റിങ് വലിപ്പം കൂടിയതുകൊണ്ട് 16, 18 വരെ ഉള്ള റിങ്ങുകളുണ്ട്. പക്ഷേ ആദ്യം നമ്മൾ പഠിച്ച് തുടങ്ങുമ്പോൾ നമുക്ക് വലിയ റിങ്ങിനകത്ത് വർക്ക് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് 12 നമ്പറിലുള്ള റിങ്ങാണ് നല്ലത്. നമ്മൾ റിങ്ങിൻ്റെ ഒരു അറ്റത്ത് ഒരു സ്ക്രൂ കൊടുത്തിട്ടുണ്ടാവും. അതിനെ ആദ്യം ലൂസ് ചെയ്യണം. അത് ലൂസ് ചെയ്തിട്ട് അതിന് മുകളിൽ നമ്മൾ വർക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്ന തുണി ഇടണം. അത് കഴിഞ്ഞ് ചെറിയൊരു പ്ലെയിൻ റിങ് കൊടുത്തിട്ടുണ്ടാവും. അതിന് ആ റിങ്ങിനകത്ത് വെച്ച് പ്രസ് ചെയ്താൽ മതി. ഇതുപോലെ ടാപ്പ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ തുണി ടൈറ്റായിട്ട് ഇരുന്നോളും. പിന്നെ ഇനിയൊരു സൈഡിൽ ചെറുതായിട്ട് തുണീനെ ഒന്ന് വലിക്കണം. തുണിയുടെ നടുക്ക് മടക്കുകളൊന്നും ഉണ്ടാകാൻ പാടില്ല. അതിനാണ് ഇങ്ങനെ വലിക്കുന്നത്. ആ സ്ക്രൂ ഉള്ള ഭാഗത്ത് തുണി നമ്മൾ ജോറിൽ വലിക്കാൻ പാടില്ല. മെല്ലെ ചെറുതായിട്ടൊന്ന് വലിച്ച് ടൈറ്റ് ചെയ്താൽ മതി. ഇപ്പോൾ നമ്മുടെ റിങ് റെഡി ആയിട്ടുണ്ട്. ആ സ്ക്രൂവിനെ നമ്മൾ ലൂസ് ചെയ്ത് സ്ക്രൂവിനെ ടൈറ്റാക്കി കൊടുത്താൽ മതി. ടൈറ്റായിട്ട് ഇരുന്നോളും. ഇനി നമ്മൾ വർക്ക് ചെയ്യാൻ തുടങ്ങാം. നമ്മൾ ആദ്യം പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമുക്ക് സിൽക്ക് ത്രെഡിൻ്റെ ആവശ്യമില്ല. ഇതുപോലത്തെ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന ത്രെഡ് മതി. ഇതിന് 4-5 രൂപയ്ക്കൊക്കെ ഈ ത്രെഡ് നമുക്ക് കിട്ടും. സിൽക്ക് ത്രെഡിന് നമ്മൾ 20 രൂപ 25 രൂപ കൊടുക്കേണ്ടി വരും. ഇപ്പോൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ അതിൻ്റെ ആവശ്യമില്ല. നമ്മൾ തയ്ക്കുന്ന ത്രെഡ് തന്നെ മതി. ആദ്യം നമുക്ക് റണ്ണിങ് സ്റ്റിച്ച് ഇട്ട് പഠിക്കാം. റണ്ണിങ് സ്റ്റിച്ച് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു. 0ൽ സെറ്റ് ചെയ്തിട്ടാണ് നമ്മൾ റണ്ണിങ് സ്റ്റിച്ച് ഇടുന്നത്. 0ൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ റണ്ണിങ് സ്റ്റിച്ച് ഇടാം. ആദ്യമായിട്ട് ചെയ്യുമ്പോൾ നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ട് സ്റ്റിച്ച് ഇടാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ ഒരു സ്കെയിലെടുത്തിട്ട് ഒരു മാർക്കർ എടുത്തിട്ട് മാർക്ക് ചെയ്തിട്ട് ലൈൻ വരച്ചിട്ട് വേണം പ്രാക്ടീസ് ചെയ്യാൻ. നമ്മൾ മുകളിൽ നിന്ന് താഴേക്കും താഴെ നിന്ന് മുകളിലോട്ടും സ്റ്റിച്ച് ഇടാൻ പഠിക്കണം. അതുപോലെ തന്നെ റണ്ണിങ് സ്റ്റിച്ച് മുകളിലേക്ക് ഇടുവാണ്. നമ്മൾ ഇന്ന് ചെയ്യുന്ന എല്ലാ സ്റ്റിച്ചുകളും നമ്പറിൽ സെറ്റ് ചെയ്തിട്ട് ചെയ്യുന്ന സ്റ്റിച്ചുകളാണ്. എന്ന് വെച്ചാൽ നമ്മൾ മുട്ടും കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കുന്ന പണിയില്ല. കാലിൻ്റെ വിരലിനും കൈക്ക് മാത്രമാണ് പണി. നമ്പർ സെറ്റ് ചെയ്ത് ടൈറ്റ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അതുകൊണ്ട് മുട്ടും കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കേണ്ട ആവശ്യമില്ല. ആദ്യമായിട്ട് ചെയ്യുമ്പോൾ സ്ലോ ആയിട്ട് ചെയ്താൽ മതി. വെറും വിരലും കൊണ്ട് ഒരു 4 വിരലും കൊണ്ട് മാത്രം മെല്ലെ പ്രസ് ചെയ്താൽ മതി. മോട്ടർ മെല്ലെ കറങ്ങിക്കോളും. ഇനി നമ്മൾക്ക് നമ്പർ 2ൽ വെച്ചിട്ട് സാറ്റിൻ സ്റ്റിച്ച് ഇടാം. നമ്പർ 2ൽ വെച്ചിട്ട് ടൈറ്റ് ചെയ്തിട്ടാണ് ഇപ്പോൾ സ്റ്റിച്ച് ഇടുന്നത്. നിങ്ങൾക്ക് എത്ര നമ്പറിൽ വേണമെങ്കിലും സെറ്റ് ചെയ്ത് പഠിക്കാം. 2ലോ 3ലോ 4ലോ 5ലോ എല്ലാ നമ്പറിലും സെറ്റ് ചെയ്ത് പഠിക്കാം. മുകളിൽ നിന്ന് താഴേക്കും താഴെ നിന്ന് മുകളിലേക്കും സ്റ്റിച്ച് ഇട്ട് പഠിക്കണം.
അതിട്ട് കഴിഞ്ഞു. ഇനി അടുത്തതായിട്ട് നമുക്ക് നമ്പർ 5 സെറ്റ് ചെയ്തിട്ട് എങ്ങനെയാണ് സ്റ്റിച്ച് ഇടുന്നതെന്ന് നോക്കാം. നമ്പർ 5 ഇട്ട് കഴിഞ്ഞു. ഇനി അടുത്തതായിട്ട് നമുക്ക് സിഗ്സാഗ് സ്റ്റിച്ച് എങ്ങനെയാണ് ഇടുന്നതെന്ന് നോക്കാം. അതിന് വേണമെങ്കിൽ നമ്മളൊരു മാർക്കർ എടുത്തിട്ട് ഇതുപോലെ മാർക്ക് ചെയ്തിട്ട് ചെയ്യാം. ആദ്യമായിട്ട് ചെയ്യുമ്പോൾ മാർക്ക് ചെയ്തിട്ട് ചെയ്യുന്നതാണ് നല്ലത്. കുറച്ച് പ്രാക്ടീസ് ആയി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് മാർക്ക് ചെയ്യേണ്ട ആവശ്യം വരില്ല, തന്നെ ചെയ്യാൻ പറ്റും. ഞാൻ നമ്പർ 2 വെച്ചേക്കുന്നത്. നിങ്ങൾക്ക് എത്ര നമ്പറിൽ വേണമെങ്കിലും വെക്കാം. ഇനി ഇതുപോലെ തന്നെ താഴേന്ന് മുകളിലോട്ട് എങ്ങനെയാണ് ഇടുന്നതെന്ന് നോക്കാം. നൂല് ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് കട്ടായി പോകാൻ ചാൻസ് ഉണ്ട്. താഴേന്ന് മുകളിലോട്ട് ചെയ്യാം. അത് കഴിഞ്ഞ് നമുക്കിതുപോലെ ഇങ്ങനെ വളഞ്ഞിട്ടുള്ള സ്റ്റിച്ച് ഇടാൻ നോക്കാം. പാമ്പിനെ പോലെ വളഞ്ഞിട്ടുള്ള സ്റ്റിച്ച്. ഇത് എങ്ങനെയാണ് ഇടുന്നതെന്ന് നോക്കാം. ഇതൊരു ലോങ് വീഡിയോ ആണ്. ഞാൻ വീഡിയോ ഒട്ടും സ്പീഡ് ചെയ്തിട്ടില്ല. സ്പീഡ് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റിച്ച് ഇടുന്നത് നിങ്ങൾക്ക് മനസ്സിലാവില്ല. അതുകൊണ്ടാണ് സ്പീഡ് ചെയ്യാതെ തന്നെ അപ്ലോഡ് ചെയ്തത്. അതിട്ട് കഴിഞ്ഞു. ഇനി നമുക്ക് സ്കാലപ്പ് ഒക്കെ ചെയ്യൂലേ, അതുപോലത്തെ സ്റ്റിച്ച് എങ്ങനെയാണ് ഇടുന്നതെന്ന് നോക്കാം. അതിനുവേണ്ടി ആദ്യം തന്നെ ഇങ്ങനെ മാർക്ക് ചെയ്തിട്ട് പിന്നെ വേണം ചെയ്യാൻ.
അത് കഴിഞ്ഞ് അതുപോലെ തന്നെ അതിനെ തിരിച്ച് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. ലെഫ്റ്റിലും റൈറ്റിലും രണ്ട് സൈഡിലും നമുക്ക് ചെയ്യാൻ അറിയണം. അത് കഴിഞ്ഞ് നമുക്ക് വേണമെങ്കിൽ അത് വലുതായിട്ട് വേണമെങ്കിലും ചെയ്യാം. നമ്മൾ ഈ ഷോളിൻ്റെ സൈഡിലൊക്കെ ചെയ്യില്ലേ, അതുപോലെ വേണമെങ്കിലും ചെയ്യാം. ആദ്യം ചെറുതായിട്ട് ചെയ്ത് നോക്കാം. ഇവിടെ എത്ര നമ്പറിൽ സെറ്റ് ചെയ്യണമെന്ന് അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. ഏത് നമ്പറിൽ വേണമെങ്കിൽ സെറ്റ് ചെയ്യാം. നമ്മൾ ചെയ്യുമ്പോൾ ആദ്യം ഇതുപോലെ റണ്ണിങ് സ്റ്റിച്ച് ഇട്ട് കഴിഞ്ഞാൽ ഫുള്ള്, ഇതിപ്പോൾ നമ്മൾ പെൻസിലും കൊണ്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. മാർക്ക് ചെയ്യാതെ തന്നെ നമുക്ക് വെറും റണ്ണിങ് സ്റ്റിച്ച് ഇട്ടിട്ട് അങ്ങനെ വേണമെങ്കിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മുടെ സ്കാലപ്പ് അത് ഷേപ്പ് ശരിയായിട്ടില്ലെങ്കിൽ നമുക്ക് സ്റ്റിച്ച് അയച്ച് കളയാൻ പറ്റും. റണ്ണിങ് സ്റ്റിച്ച് ആകുമ്പോൾ അതിൻ്റെ മുകളിൽ സാറ്റിൻ സ്റ്റിച്ച് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അത് അയക്കാൻ പാടാണ് സ്റ്റിച്ച്. ഇപ്പോൾ ഞാൻ റണ്ണിങ് സ്റ്റിച്ച് ഇട്ടിട്ടുണ്ട്. ഇനി അതിന് മുകളിൽ കൂടെ സാറ്റിൻ സ്റ്റിച്ച് ഇടാം. ഇനി അതിനെ നമുക്ക് തിരിച്ച് ചെയ്യാം. അതിന് ഞാൻ ആദ്യം റണ്ണിങ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിട്ട് കഴിഞ്ഞു. ഇനി നമുക്ക് സ്കാലപ്പ് എങ്ങനെ വലുതായിട്ട് വലിയ ഷേപ്പിൽ എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. അതിന് ഞാൻ പെൻസിലും കൊണ്ട് ഷേപ്പ് വരയ്ക്കുന്നുണ്ട്. ഇതുപോലെ ആദ്യം ഷേപ്പ് വരയ്ക്കണം.
ഫ്രെയിം നമ്മൾ മെല്ലെ മൂവ് ചെയ്യണം. പേപ്പറിൽ സ്റ്റിച്ച് ചെയ്ത് പഠിപ്പിക്കുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, അതുപോലെ മെല്ലെ ഫ്രെയിം മൂവ് ചെയ്യാൻ പാടുള്ളൂ. നമ്മൾ ഫ്രെയിം സ്പീഡിൽ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റിച്ചുകൾ തമ്മിൽ ഗ്യാപ്പ് വരും. അത് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഈ സ്കാലപ്പ് വേറൊരു രീതിയിൽ ചെയ്യാൻ പറ്റും. അത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ആ സ്കാലപ്പിൻ്റെ ഈ സൈഡ്, ആ നടുക്കത്തെ വശത്ത് കുറച്ച് വീതി കൂട്ടിയിട്ട് ചെയ്യാൻ പറ്റും. അത് നമുക്കിങ്ങനെ സെറ്റ് ചെയ്ത് ചെയ്യുമ്പോൾ അങ്ങനെ ചെയ്യാൻ പറ്റില്ല. അതിന് നമ്മൾ കാലും കൊണ്ട് അത് അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കാനുണ്ട്. അത് ചെയ്യുമ്പോൾ ഞാനത് കാണിച്ചു തരാം എങ്ങനെയാണെന്ന്. ഇത്രയാണ് ഇന്നത്തെ സ്റ്റിച്ചുകൾ. ഇതെല്ലാം നന്നായി പ്രാക്ടീസ് ചെയ്യണം. ഈ സ്റ്റിച്ചുകൾ ഉപയോഗിച്ചിട്ടുള്ള ഡിസൈൻസ് ഞാൻ നാളത്തെ വീഡിയോയിൽ കാണിച്ചു തരാം. ഇതുപോലെ സെറ്റ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റുന്ന പൂവും ഇലകളുടെ ഡിസൈനുകളൊക്കെ നാളത്തെ വീഡിയോയിൽ കാണിച്ചു തരാം. വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോയ്ക്കൊരു ലൈക്ക് അടിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണണം. എല്ലാവർക്കും നന്ദി.